ഹലോ കൂട്ടുകാരെ, നമ്മുടെ സൂപ്പർ ഹീറോസ് ആയ പപ്പീസിനെ ഓർമ്മയില്ലേ? പോ പെട്രോൾസ്. ഇന്ന് നമുക്ക് അവരുടെ സാഹസികമായ ഒരു കഥ കേട്ടാലോ? ഹിയർ വി ഗോ ടു ദ മൂവി പോ പെട്രോൾ മൈറ്റി പപ്സ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ റെസ്ക്യൂ ടീമായ പപ്പീസും റൈഡറും കൂടി ഒരു കുഞ്ഞു മിഷന് പോകുവാണ്. അൽ എന്ന ഫാർമർ പുള്ളിക്കാരന്റെ വർക്ക് സ്റ്റേഷന്റെ മുകളിലായി കുടുങ്ങിയിരിക്കുവാണ്. അങ്ങേരെ രക്ഷിക്കാൻ പോകുവാണിവർ. റൈഡറും ചേസും മാർഷലും സ്കൈയുമാണ് ഈ കുഞ്ഞു മിഷനിൽ പങ്കെടുക്കുന്നത്. അങ്ങേരൊരു ബലൂണിലാണ് തൂങ്ങിക്കിടക്കുന്നത്. നമ്മുടെ 3 പപ്പീസും ചേർന്ന് ഇങ്ങേരെ സുരക്ഷിതമായി താഴെ എത്തിക്കുവാണ്. അന്നേരം നമ്മുടെ സൂപ്പർ പപ്പീസിന് നന്ദി പറയുന്നുണ്ട്. ഈ സമയം അഡ്വഞ്ചർ ബീച്ച് എന്ന സ്ഥലത്ത് മേയർ ഹാംഡിംഗറും ഹാരോൾഡും ചേർന്ന് ഒരു മിഷൻ ചെയ്യാൻ പോകുവാണ്. ചന്ദ്രനിലേക്കുള്ള ഒരു റോക്കറ്റ്, അതും ഫസ്റ്റ് മേയർ ഓൺ ദ മൂൺ എന്ന പൊസിഷൻ ഇങ്ങേർക്ക് കിട്ടാനായി. ഹാരോൾഡിന്റെ അമ്മാവനാണ് ഈ മേയർ. പോ പെട്രോൾ ഇനി ഇത് തടയാൻ വരുമെന്നോർത്ത് ഹാരോൾഡ് വളരെ വേഗം എല്ലാ ചെക്സും ചെയ്യുവാണ്. പക്ഷെ പെട്ടെന്നാണ് ആ റിമോട്ട് കൺട്രോളിൽ ഇവന്റെ കൈ തട്ടി റോക്കറ്റ് ഒറ്റ പോക്ക്. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച റോക്കറ്റ് പക്ഷെ പോയി തട്ടിയത് ഒരു ആകാശഗോളത്തിലും. ആഹാ, തീരുമാനമായിട്ടുണ്ട്, അതങ്ങനെ ഭൂമിയിലേക്ക് വരുവാണ്. ഈ സമയം ജെയ്ക്കും എവറസ്റ്റും കൂടി ടെലസ്കോപ്പിലൂടെ വാന നിരീക്ഷണം നടത്തുമായിരുന്നു. അപ്പോഴതാ ഒരു തീഗോളം പോലൊരു സാധനം വന്നുകൊണ്ടിരിക്കുന്നു. എവറസ്റ്റ് അത് നോക്കി അതൊരു ഉൽക്കയാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പോകുന്ന പോക്ക് കണ്ടിട്ട് അഡ്വഞ്ചർ കടൽ തീരത്തേക്കാണ് ഈ ഉൽക്ക വീഴാൻ സാധ്യത. നമ്മുടെ എവറസ്റ്റ് പെട്ടെന്ന് തന്നെ ഇത് റൈഡറിനെ അറിയിച്ചു. അങ്ങനെ നമ്മുടെ സൂപ്പർ പപ്പീസും റൈഡറും അടുത്ത മിഷൻ തുടങ്ങുവാണ് മക്കളെ. ലെറ്റ്സ് ഗോ. ഇവിടെ ഹാരോൾഡും കൂട്ടരും ആ ഉൽക്ക വന്ന് എവിടെ വീഴുമെന്ന കണക്ക് കൂട്ടലിലാണ്. ഹാരോൾഡ് തന്റെ നെറ്റ്വർക്കിൽ പല ഊഹാപോഹങ്ങൾ വെച്ച് കണക്ക് കൂട്ടുവാണ്. പക്ഷേ ഹാംഡിംഗർ ക്ഷമ നശിച്ച് പേടിച്ചോടിപ്പോയി. നമ്മുടെ പോ പെട്രോൾസ് ഇന്നേരം 2 ടീമായി തിരിഞ്ഞാണ് റെസ്ക്യൂ തുടങ്ങുന്നത്. ചേസ്, മാർഷൽ, റോക്ക് എന്നിവർ പോയി സിറ്റിയുടെ ഒരു ഭാഗത്തുള്ള എല്ലാവർക്കും ആ ഉൽക്കയുടെ കാര്യം പറഞ്ഞ് അവരെയെല്ലാം സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുവാണ്. സ്കൈ ആണേൽ ആകാശത്തൂടെ പറന്ന് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. റൈഡറിന്റെ കൂടെ ബാക്കി എല്ലാവരും ഇതേ കാര്യം ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുന്നുമുണ്ട്. അപ്പോഴാണ് ഒരു കോഴി കൈവിട്ടു പോയത്. അതാ മേയറിന്റെ കോഴിയായിരുന്നു. ചേസും റൈഡറും അതിനെ പിടിച്ചു കൊടുക്കുമ്പോഴുണ്ട് ഉൽക്ക താഴെ എത്തിയിരിക്കുന്നു. അത് വന്ന് ആ അഡ്വഞ്ചർ ബീച്ചിൽ വീഴുവാണ്. ഹാരോൾഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. റൈഡറും പോ പെട്രോൾസും അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് വരുവാണ്. പോകുന്നതിനിടയിൽ നമ്മുടെ റൈഡറിനെ ഇപ്പോഴത്തെ മേയറും ക്യാമറാമാനും വന്ന് ഒരു ചെറിയ റിപ്പോർട്ടെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഉൽക്കയെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ തിളക്കം നഷ്ടപ്പെടുവാണ്. അപ്പോഴാണ് മേയർ അതിനെ തന്റെ മേയർ ഹാളിൽ കൊണ്ടുവെക്കാമെന്ന് പറയുന്നത്. അങ്ങനെ ആ ഉൽക്കയെ ആ വലിയ കുഴിയിൽ നിന്ന് വെളിയിലിറക്കാനായി റബിൾ മണ്ണ് വാരാനായി തുടങ്ങി. പക്ഷെ അവൻ അറിയാതെ തന്നെ അവന്റെ കൈ വളരെ സ്പീഡിൽ മണ്ണ് വാരിയിട്ടു. എന്നിട്ട് ഉൽക്കയെ മുകളിലേക്ക് തട്ടിത്തെറിപ്പിച്ചു. താഴെ വീഴുന്ന ഉൽക്കയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ച ചേസ് ആണെങ്കിൽ ജെറ്റ് സ്പീഡിലാണ് പോകുന്നത്. ഉൽക്ക വീണ് പൊടി വന്നപ്പോൾ എവറസ്റ്റ് തുമ്മിപ്പോയി. അതിൽ ഉൽക്ക മരവിച്ചു. മാർഷൽ തൊട്ടപ്പോൾ ഐസ് ഉരുകി. സൂമോ ആണേൽ വെള്ളം കൊണ്ട് അതിന്റെ ഫോഴ്സിൽ അതിനെ തള്ളിയിട്ടു. സ്കൈ കാറ്റിന്റെ ഗതിയിൽ അതിനെ പറപ്പിച്ചു. റോക്ക് ആണേൽ സ്വയം കൈകൊണ്ടുണ്ടാക്കിയ ചുറ്റിക വെച്ച് അതിനെ അടിച്ച് തെറിപ്പിച്ച് മേയർ ഹാളിൽ എത്തിച്ചു. ഇതെന്താ ഇപ്പോ ഇങ്ങനെ? ഈ സൂപ്പർ പവർ എവിടെന്നാ കിട്ടിയേ എന്നെല്ലാം അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാരോൾഡ് ആണേൽ നിങ്ങൾക്കാണോ സൂപ്പർ പവർ കിട്ടുന്നേ? ഞാനല്ലേ ഇതിന്റെ ഉത്തരവാദി എന്നെല്ലാം പറയുവാണ്. അങ്ങനെ പോ പെട്രോൾ ഉൽക്കയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഹാരോൾഡ് ഇവിടെ ദേഷ്യം വന്ന് ബീച്ചിലൂടെ നടക്കുന്നു. അപ്പോഴാണ് അവന്റെ കയ്യിലേക്ക് ഒരു ജോഡി റോക്കറ്റ് ഷൂസ് വന്ന് കാലിൽ ഫിക്സ് ആയി അവനെ പറക്കാൻ സഹായിച്ചത്. എനിക്കും അപ്പോൾ സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ മേയർ ഹാളിൽ റബിൾ ആ ഉൽക്ക ഒരു ഗ്ലോബിലേക്ക് വെക്കുവാണ്. അടുത്ത സീനിൽ തന്റെ ഇപ്പോഴത്തെ ശക്തികൾ അമ്മാവനും അവരുടെ പൂച്ചക്കുട്ടികൾക്കും കാണിച്ചു കൊടുക്കുവാണ് നമ്മുടെ ഹാരോൾഡ്. ആ ഉൽക്കയിൽ തൊട്ടാൽ തനിക്കും ഇതുപോലെ ശക്തി കിട്ടുമെന്ന് വിചാരിച്ച മേയർ അങ്ങനെ ഹാരോൾഡിനെയും കൂട്ടി മേയർ ഹാളിലേക്ക് പോകുവാണ്. എന്നിട്ട് സൂപ്പർ വെഹിക്കിളിലെ ടൂൾസ് വെച്ച് ആ ഉൽക്ക അവിടെ നിന്ന് എടുത്തു. ഇത് കണ്ട മേയർ വേഗം ഇക്കാര്യം റൈഡറിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ റൈഡർ വേഗം നമ്മുടെ സൂപ്പർ പപ്പീസിനോട് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരാൻ പറയുവാണ്. ആ ഉൽക്കയുടെ കാരണം ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവര് ജമ്പ് ചെയ്ത് റൈഡറിന്റെ അടുത്ത് പോയി. പോകുന്നതിനിടയിൽ ഇവർ സൂപ്പർ സ്യൂട്ടും ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പോ പെട്രോൾസ് മൈറ്റി പപ്സ് ആയി അടുത്ത മിഷന് റെഡിയായി കഴിഞ്ഞു. റൈഡർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തു. റെഡി ടു ദ മിഷൻ. സ്കൈ അവളുടെ ഫ്ലൈയിങ് പവർ ഉപയോഗിച്ച് ഹാരോൾഡ് എവിടെയെന്ന് കണ്ടുപിടിച്ച് ചേസ് ആണേൽ അവന്റെ ജെറ്റ് സ്പീഡ് കൊണ്ട് അവനെ ബ്ലോക്ക് ആക്കി. പക്ഷേ അവരന്നേരം വണ്ടി തിരിച്ചുപോയി. അവരുൽക്ക തിരികെ തരില്ലെന്ന് പറഞ്ഞ കാര്യം റൈഡറിനോട് ചേസ് പറഞ്ഞ് അവൻ അവരുടെ പിറകെ പോയി. അന്നേരം ഇവര് പൊക്കോണ്ടിരിക്കുന്ന വഴിയിൽ റബിൾ മരത്തടിയും പല സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. റോഡ് ബ്ലോക്ക് ആണെന്ന് കണ്ട ഇവര് നേരെ അപ്പുറത്തെ അഡ്വഞ്ചർ ബീച്ചിൽ പോയി കടലിലേക്ക് വണ്ടി ഇറക്കി.
ചേസിന് പിന്നെ അവരെ ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. റൈഡർ അന്നേരം സൂമയോട് വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. അവൻ കടലിൽ പോയി വലിയ തിരമാലയുണ്ടാക്കി ഇവരെ തിരികെ കരയിൽ കയറ്റി. അന്നേരം എവറസ്റ്റ് വന്ന് അവരുടെ സൂപ്പർ വെഹിക്കിൾ മരവിപ്പിച്ചു. കാര്യം മനസ്സിലായ ഹാരോൾഡ് ആ ഐസ് പൊട്ടിച്ചെറിഞ്ഞ് വീണ്ടും പോകുവാണ്. അന്നേരം സ്കൈയിനോട് അവരെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് റൈഡർ നേരെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി. സ്കൈ പോയി അവരെ കറക്കി വിട്ട് അവർ വന്ന വഴിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വിട്ടു. ഇന്നേരം ആ ഹാംഡിംഗർ സൂപ്പർ വെഹിക്കിളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഇവിടെ റോക്കി അന്നേരം റോഡിൽ ഡയറക്ഷൻ ബോർഡെല്ലാം ഉണ്ടാക്കി വെച്ച് ഹാരോൾഡിന്റെ ഡയറക്ഷൻ തെറ്റിച്ചു. അങ്ങനെ വഴി തെറ്റി പൊക്കൊണ്ടിരിക്കുന്ന ഇവനെ മാർഷൽ റോഡിലെ ടാർ ഇളക്കി ചൂടാക്കി. ഹാരോൾഡ് വന്നപ്പോൾ അവന്റെ സൂപ്പർ വെഹിക്കിൾ അവിടെ ലോക്കായി. അന്നേരം നമ്മുടെ മേയറും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റബിൾ ആ ഉൽക്ക വീണ്ടും അതിൽ നിന്നെടുത്ത് തിരികെ വെക്കാനായി പോയി. അന്നേരം അത്രയും ചേസ് ഹാരോൾഡിനെ നോക്കുമായിരുന്നു. എല്ലാം ക്ലിയർ ആയെന്ന് കണ്ടപ്പോൾ ചേസ് റൈഡറിനെ വിളിച്ച് എന്നെ കൊണ്ട് ഈ ടീം ലീഡ് ചെയ്യിപ്പിക്കാൻ കാരണം ചോദിക്കുവാണ്. നിനക്ക് നല്ലൊരു ലീഡർ ആയിരിക്കാൻ കഴിവുണ്ടെന്ന് റൈഡർ അന്നേരം പറയുന്നുണ്ട്. മാർഷലും സൂമയും അത് ശരിവെച്ചു. ഈ സമയം ഹാരോൾഡ് അവന്റെ റോക്കറ്റ് കൊണ്ട് പറന്ന് വീണ്ടും പോകുവാണ്. അവൻ നേരെ പോയത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. ഇത് പറയാനായി ചേസ് റൈഡറിനെ വിളിക്കുമ്പോഴേക്ക് ഹാരോൾഡ് അവിടെ എത്തി റൈഡറിനെ ലോക്കാക്കിയിരുന്നു. അവനും സൂപ്പർ സ്യൂട്ട് എല്ലാം അന്നേരം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സൂപ്പർ പപ്പീസിന്റെ ഊഴമാണ്. ഹാരോൾഡ് റൈഡറിനെ ഒരു സ്പെയർ പാർട്സ് റൂമിലാണ് അടച്ചത്. ഈ സമയം നമ്മുടെ മൈറ്റി പപ്പീസ് റൈഡറിനെ രക്ഷിക്കാനുള്ള വഴി നോക്കുവാണ്. ചേസ് ആണ് ഇതും ലീഡ് ചെയ്യുന്നത്. അവൻ ആദ്യം സ്കൈയോട് മുകളിൽ പോയി ഹാരോൾഡിനെ നിരീക്ഷിക്കാനാണ് പറയുന്നത്. എന്നിട്ട് സൂമയോട് വെള്ളമുണ്ടാക്കി എവറസ്റ്റിനോട് ഫ്രീസ് ചെയ്യിക്കാനെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ശരിക്ക് പ്രവർത്തിച്ചില്ലായിരുന്നു. എന്നിട്ട് റബിളിനോടും റോക്കിയോടും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ചാടാൻ പറയുവാണ്. ചേസും കൂടെ പോയി. പക്ഷേ മുകളിലെത്തിയ സ്കൈയെ പോലും ഉടക്കി അവർ താഴേക്ക് വീണു. അപ്പോഴേക്ക് എവറസ്റ്റ് താഴെ മഞ്ഞു കൂന ഉണ്ടാക്കി അവരെ രക്ഷിച്ചു. ഇനി എന്തോ ചെയ്യും? എല്ലാവരും ഈ ഒരു അറ്റംപ്റ്റ് ഫ്ലോപ്പ് ആയതിന് ചേസിനെ കളിയാക്കുകയും ചെയ്തു. ഇന്നേരം ഹാരോൾഡ് ആണെങ്കിൽ അവന്റെ പവേഴ്സ് എല്ലാം വെച്ച് ഒരു ട്രാക്കർ ലേസർ മെഷീൻ ഉണ്ടാക്കുവാണ്. അങ്ങനെ അത് വെച്ച് അവൻ ആ ഉൽക്കയെ പിന്നെയും അടിച്ചു മാറ്റി. എന്നിട്ട് അവൻ അത് കൊണ്ടുവന്ന് നേരെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെക്കുവാണ്. ഈ സമയം പൂച്ച സംഘത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഹാംഡിംഗറിനെയും ഹാരോൾഡ് അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. റൈഡർ ആണേലും നേരം സിഗ്നൽ മെഷീൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിയ ഹാംഡിംഗറിനെയും കൊണ്ട് ഹാരോൾഡ് ഒരു പ്ലാൻ തയ്യാറാക്കുവാണ്. മൈറ്റി പബ്സ് വിളിക്കുന്ന സ്ക്രീനും അവൻ ഓഫാക്കി വെച്ചു. ഹാരോൾഡ് അങ്ങനെ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ടാക്കി. എന്നിട്ട് പലയിടത്തു നിന്നായി ഓരോ സാധനങ്ങൾ ആ ട്രാക്കർ ഉപയോഗിച്ചെടുത്ത് ഒരു മേഘം കൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ മൂടി. സ്കൈ അന്നേരം ആ മേഘക്കൂട്ടം മാറ്റിയപ്പോ അവൻ വലിയൊരു റോബോട്ടിനെ ഉണ്ടാക്കിയത് കാണുവാണ്. ആ റോബോട്ടിനെ കൊണ്ട് മൈറ്റി പബ്സിനെ പിടിക്കാൻ നോക്കുവാണിവൻ. പക്ഷേ നടന്നില്ല. ഈ സമയം റൈഡർ അവിടെ സിഗ്നൽ മെഷീൻ റെഡിയാക്കിയപ്പോൾ ഇവിടെ നടന്നതെല്ലാം അവൻ അറിയുന്നുണ്ട്. അന്നേരം റോബോട്ടിനെ വർക്ക് ചെയ്യിക്കാനായി ഹാംഡിംഗർ അവന്റെ റോബോട്ടിലേക്ക് ആ ഉൽക്ക വെച്ചു കൊടുത്തു. ചേസിനെ ഒഴികെ ബാക്കി എല്ലാ പപ്പീസിനെയും അവൻ പിടിച്ചു. ചേസ് അവന്റെ ജെറ്റ് സ്പീഡ് കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ്. ഒരു ലീഡറായിട്ട് തനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുന്നില്ലെന്നോ, എന്റെ പവർ ഇവനെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ച ചേസ് അങ്ങനെ മാർഷലിനോട് ആദ്യം ആ വല ഉരുക്കാൻ പറഞ്ഞു. റെബിളിനോട് അതിനെയെല്ലാം പൊട്ടിച്ചെറിയാനും പറഞ്ഞു. അങ്ങനെ അവർ പുറത്തെത്തുവാണ്. അടുത്തതായി സൂമ വെള്ളമുണ്ടാക്കി എവറസ്റ്റ് അത് ഐസാക്കി മാറ്റി. എന്നിട്ട് ആ റോബോട്ട് അതിൽ തെന്നി വീണു. ഇതെല്ലാം റൈഡർ അകത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആ റോബോയെ ഹാരോൾഡ് അന്നേരം പറപ്പിച്ച് ചേസിനെ പിടിക്കാൻ പോകുവാണ്. പക്ഷെ പെട്ടെന്ന് ആ റോബോയ്ക്ക് പവർ കൂടിയതായി തോന്നുന്നുണ്ട്. ആ റോബോ കൺട്രോൾ വിട്ടുപോയി. അവൻ നേരെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി പിടിമുറുക്കുവാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെ ഉയർന്നു പൊങ്ങി പോകുന്നുണ്ട്. റൈഡർ ഉണ്ടായിരുന്ന റൂം അന്നേരം തനിയെ തുറക്കുന്നുണ്ട്. ഇന്നേരം നമ്മുടെ റോക്ക് ഒരു ബെൽറ്റ് ബാഗ് ഉണ്ടാക്കി നമ്മുടെ പപ്പീസ് അതിൽ കയറി. സ്കൈ ആ ബാഗും വലിച്ചുകൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സിന് പിറകെ പോകുവാണ്. ഇവിടെയും മണ്ടൻ ഹാംഡിംഗർ ആണേൽ അങ്ങേരുടെ പവർ കൊണ്ടാ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് പറന്നു പൊക്കോണ്ടിരിക്കുന്ന എന്ന് കരുതി മൈറ്റി പപ്പീസ് വരുന്നത് കണ്ട് അവര് മുകളിൽ കയറാതിരിക്കാൻ ലിഫ്റ്റ് ലോക്ക് ആക്കുവാണ്. റബിൾ ഒത്തിരി ശ്രമിച്ചെങ്കിലും ലിഫ്റ്റ് വർക്കായില്ല. അങ്ങനെ നമ്മുടെ പപ്പീസ് ആ റോബോട്ടിന്റെ കാരണം കൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഇങ്ങനെ പറന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി അതിന്റെ ഫയറിംഗ് നിർത്താനായി ശ്രമിക്കുവാണ്. സുമോ വെള്ളം വെച്ചും എവറസ്റ്റ് ഐസ് വെച്ചും ശ്രമിച്ചിട്ടും നോ രക്ഷ. ഈ സമയം റൈഡർ വർക്കിംഗ് ക്യാബിനിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. പുറത്ത് മൈറ്റി പപ്പീസ് അവരുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുവാണ്. ഹാംഡിംഗർ ആണെങ്കിൽ ഇതെല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ട്. പെട്ടെന്നാണ് റൈഡർ ക്യാബിനിൽ കയറി വന്നത്. പെട്ടെന്ന് റൈഡറിനെ കണ്ട ഹാംഡിംഗർ പേടിച്ച് തെന്നി വീണത് ആ സ്ക്രീനിന്റെ കീസിലോട്ടാണ്. അത് ഫുള്ള് ഡിസ്കണക്ട് ആയിപ്പോയി. പപ്പീസിനെ കണക്ട് ചെയ്യാനായി റൈഡർ അന്നേരം ഗ്ലോബൽ ലൈറ്റിലൂടെ പെരിസ്കോപ്പ് കൊണ്ടുവന്ന് പപ്പീസിനെ ഉൽക്കിരിക്കുന്നിടത്ത് എത്തിച്ചു. കാര്യം മനസ്സിലാക്കിയ ചേസ് റബിളിനെ കൊണ്ടും റോക്കിയെ കൊണ്ടും ആ ഉൽക്ക് പുറത്തെടുപ്പിച്ച് താഴേക്ക് ഡ്രോപ്പ് ചെയ്യിപ്പിക്കുവാണ്. അങ്ങനെ പവർ നഷ്ടമായ ആ റോബോട്ടും ഹെഡ് ക്വാർട്ടേഴ്സും എല്ലാം കൂടി അങ്ങനെ താഴെ വീഴുവാണ്.
അപ്പോഴേക്കും മൈറ്റി പപ്പീസ് ബെൽറ്റ് ബാഗിൽ തിരികെ സുരക്ഷിതമായി താഴെ എത്തി. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് താഴെ വരുന്നത് കണ്ട് എല്ലാ ജനങ്ങളും പേടിച്ചു നിൽക്കുമ്പോൾ സ്കൈ അവളുടെ ഫ്ലൈയിങ് പവർ കൊണ്ട് ആ ഹെഡ് ക്വാർട്ടേഴ്സിനെ ബാലൻസ് ചെയ്ത് താഴെ ഇറക്കുവാണ്. ചേസ് ആണെങ്കിൽ അതിനെ ലാൻഡ് ചെയ്യാനായിട്ട് മണൽത്തിട്ട ഒരുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സ് വളരെ സുരക്ഷിതമായി താഴെ എത്തിയപ്പോൾ നമ്മുടെ റൈഡർ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട എല്ലാ പപ്പീസും അവനരികിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അന്നേരം അവിടെ കൂടി നിന്ന എല്ലാവരും മൈറ്റി പപ്സ് എന്ന് ജയ് വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഹാംഡിംഗർ പുറത്തേക്ക് തെറിച്ചു വീഴുന്നത്. ഹാരോൾഡ് ആണെങ്കിൽ റോബോട്ടിനുള്ളിൽ കുടുങ്ങി കിടക്കുവാണ്. അന്നേരം നമ്മുടെ മേയർ ചൂലുമായി വന്ന ഹാംഡിംഗറിനോട് അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കാൻ പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ റെബൽ ഹെഡ് ക്വാർട്ടേഴ്സ് ശരിയായ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ആ ഉൽക്കയുടെ പവർ നഷ്ടമായി പോകുന്നത് നമുക്ക് കാണാം. ഹാംഡിംഗറും ഹാരോൾഡും ആണെങ്കിൽ തൂത്ത് ആ ബീച്ച് മുഴുവൻ വൃത്തിയാക്കുവാണ്. ഇന്നേരം നമ്മുടെ മേയർ വന്ന് ആ ഉൽക്ക റൈഡറിനോട് തന്നെ സൂക്ഷിക്കുവാൻ പറയുവാണ്. അങ്ങനെ നമ്മുടെ റൈഡറും പപ്പീസും ചേർന്ന് ഉൽക്കയെ സുരക്ഷിതമായി ഒരു ഗ്ലാസ് ഗ്ലോബിൽ വെച്ച് പോകുമ്പോൾ അത് വീണ്ടും പ്രകാശിക്കുന്നുണ്ട്. ഇതോടെ ഈ സിനിമ അവസാനിക്കുവാണ്. ശരിക്കും ത്രില്ലിംഗ് ആയ ഒരു മൂവിയാണിത്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ കമന്റ്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു നല്ല മൂവിയുമായി കാണാം. അതുവരേക്കും ബൈ.